ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ച അമേരിക്ക തടയാൻ ശ്രമിച്ചാൽ ഇറാൻ കപ്പലുകളെ കടലിൽ മുക്കുമെന്ന് ട്രംപ് പരിഹസിച്ച് തള്ളി ഇറാൻ. സമാധാനാഹ്വാനത്തെ വിമർശിച്ച ട്രംപിന് മറുപടിയുമായി മാർപ്പാപ്പ. യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് തുടരും. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തൽ. ഇനി ഇതേപോലൊരു നിതിൻ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. പരാതിപ്പെടാത്തത് പ്രത്യാഘാതം ഭയന്നതും വിദ്യാർത്ഥികൾ. കോളേജിലേക്ക് പ്രതിഷേധം. സ്വമേധയാ കേസെടുത്ത യുവജന കമ്മീഷൻ. പ്രതിഷേധത്തിനൊടുവിൽ പോളിംഗ് ശതമാനം പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അന്തിമ ചിത്രം മാറുമെന്ന് രത്തൻ ഖേൽക്കർ. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വിശദീകരണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. പി സി ജോർജിനും ഷോൺ ജോർജിനുമെതിരെ പാലാ ബിഷപ്പ്. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. ആരും പേടിപ്പിക്കേണ്ടെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട്. മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. ദീപികയ്ക്കെതിരായ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന ഷോൺ. മാർ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. രക്ഷകനായി എത്തി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതരാരോപണം. വീഴ്ചയില്ലെന്ന് SP. കൊച്ചിയിൽ അച്ഛന് മകന്റെ ക്രൂരമർദ്ദനം. ഇടുക്കിയിൽ മകനെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് പിടിയിൽ. കണ്ണൂരിൽ പോക്സോ കേസിൽ വൈദികൻ റിമാൻഡിൽ.